ദേശീയ പണിമുടക്കോ? എന്ത് ദേശീയ പണിമുടക്ക്? ഈ കേരളത്തിൽ മാത്രം നടക്കും? അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ പണിമുടക്കിയിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പണിമുടക്ക്? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില നിഷ്പക്ഷന്മാരുടെ ആകുലതകൾ. കേന്ദ്ര BJP സർക്കാരിനെതിരെ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതുൾപ്പെടെ നിരവധിയായ വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാജ്യത്തെമ്പാടുമുള്ള പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ 25 കോടി തൊഴിലാളികളിലധികം പങ്കെടുത്ത ഒരു പണിമുടക്കിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ സമരം ചെയ്ത് നേടിത്തന്ന അവകാശങ്ങൾക്ക് മീതെ ഞെളിഞ്ഞിരുന്ന് ഇങ്ങനെ പുച്ഛം വാരി വിതറുന്ന ഈ നിഷ്പക്ഷ നിർഗുണന്മാർക്ക് കാണാൻ ചില കാഴ്ചകൾ കാട്ടിത്തരാം. ഖനി തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, അംഗൻവാടി ആശാ വർക്കർമാർ, ശുചീകരണ തൊഴിലാളികൾ, IT തൊഴിലാളികൾ, ബാങ്കിംഗ് രംഗത്തെ തൊഴിലാളികൾ, ഇൻഷുറൻസ് രംഗത്തെ തൊഴിലാളികൾ, പോസ്റ്റൽ ടെലികോം രംഗത്തെ തൊഴിലാളികൾ, അങ്ങനെ ഈ രാജ്യത്തെ സർവ്വ തൊഴിൽ മേഖലകളിലെയും അഭിമാനമുള്ള കോടിക്കണക്കിന് തൊഴിലാളികൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങളീ കാണിക്കുന്ന ചിത്രങ്ങളൊന്നും കേരളത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഹരിയാനയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, ഹിമാചൽ പ്രദേശിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, അങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ പണിമുടക്കിയ തൊഴിലാളികളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി സമരം ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുന്നവരോടാണ്. ഉണ്ണാനും ഉടുക്കാനും വഴി നടക്കാനും അക്ഷരം പഠിക്കാനും വേല ചെയ്താൽ കൂലി ചോദിച്ചു വാങ്ങാനും സമരങ്ങൾ നടന്ന നാടാണിത്. എന്തിന്? സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമരത്തിന്റെ പോലും ഗുണഭോക്താവല്ല താനെന്ന് ഈ നാട്ടിൽ ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല. പിന്നെ കേരളത്തിൽ സമരം മാത്രമേ ഉള്ളൂ എന്ന പരാതിക്കാരോടാണ്. സമരം മാത്രമല്ല, കൂലിയും ആനുകൂല്യങ്ങളും ജീവിത നിലവാരവും തൊഴിൽ സുരക്ഷിതത്വവും പിന്നെ പണിയെടുക്കുന്നവന്റെ അന്തസ്സും കേരളത്തിൽ ഇത്തിരി കൂടുതൽ തന്നെയാണ്.